ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ജനത്തിനു വേണ്ടി ദൈവം പ്രതിക്രിയ നടത്തുവാൻ, വീണ്ടെടുപ്പ് നടത്തുവാൻ തക്കവണ്ണം എഴുന്നള്ളുന്ന പ്രവൃത്തിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിൻ്റെ വലിയ നാമത്തിൽപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ പ്രഭാതത്തിൽ എക്സൽ മീഡിയയിലൂടെ കർത്താവിൻ്റെ വചന ശ്രീപ്പാൻ കേൾക്കണം. ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. യെശയ്യാ പ്രവചനത്തിൻ്റെ പുസ്തകം 19-ാം അധ്യായം 1-ാമത്തെ വാക്യം. യഹോവ വേഗതയുള്ള ഒരു മേഘത്തെ വാഹനമാക്കി മിസ്രൈമിലേക്ക് വരുന്നു. അപ്പോൾ മിസ്രൈമിലെ മിഥ്യാമൂർത്തികൾ അവൻ്റെ സന്നിധി നടുങ്ങുകയും മിസ്രൈമിൻ്റെ ഹൃദയം അതിനെ ഉയരുകയും ചെയ്യും എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രവചനത്തിൽ മിസ്രൈമിനെ കുറിച്ചുള്ള ഒരു വാക്യമാണ് ഈ 19-ാം അധ്യായത്തിൽ ഉടനീളം പറയുന്നത്. 19-ാം അധ്യായത്തിൽ മിസ്രൈമിൻ്റെ ചൈതന്യം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ മിഥ്യാമൂർത്തികളുടെ അടുക്കലേക്ക് ആലോചന ചോദിച്ചു വരുന്നുണ്ട്. അപ്രകാരം ദൈവത്തിൻ്റെ കോപം ആ മിസ്രൈമിലേക്ക് വരുന്നുണ്ട്. തൻ്റെ ജനത്തിൻ്റെ നിലവിളിക്ക് മുമ്പിൽ, തൻ്റെ ജനത്തിൻ്റെ പീഡകളുടെ മുമ്പിൽ ജനം നിലവിളിക്കുകയാണ് യഹോവയോട്. ആ യഹോവയോട് നിലവിളിക്കുമ്പോൾ യഹോവ ആ നിലവിളിയുടെ മുമ്പിൽ വേഗത്തിൽ എഴുന്നള്ളി വരുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ മിസ്രൈം നടുങ്ങുകയും അവൻ്റെ ഹൃദയം അവൻ്റെ ഉള്ളിൽ ഉരുകുകയും ചെയ്യുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവിടെ ശൂന്യത വെളിപ്പെടുമ്പോൾ എന്തുകൊണ്ടെന്ന് അറിയുവാൻ അവിടുത്തെ കള്ളപ്രവാചകന്മാരുടെ അടുത്തും മിഥ്യാമൂർത്തിയുടെ അടുത്തേക്ക് അവിടെ ജനം കടന്നു വരുന്നു. എന്നാൽ അവർക്ക് ആലോചന ലഭിക്കാതെ വണ്ണം അവർ നിരാശരായി പോകുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അങ്ങനെ യുദ്ധങ്ങൾ ചെയ്യുന്നു. അവർ പട്ടണത്തോടും കൂട്ടുകാരനോടും ഒക്കെ യുദ്ധം ചെയ്യുന്നു. സഹോദരനെ പകയ്ക്കുന്നു ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ കോപം വളരെ വേഗത്തിൽ ജ്വലിക്കുന്നതാണ്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന, ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ജനത്തിനു വേണ്ടി ദൈവം പ്രതിക്രിയ നടത്തുവാൻ, വീണ്ടെടുപ്പ് നടത്തുവാൻ തക്കവണ്ണം എഴുന്നള്ളുന്ന ഒരു പ്രവൃത്തിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വേഗതയുള്ള മേഘത്തിന്മേൽ കടന്നു വന്ന് ദൈവജനത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം അവരെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ദൈവം എഴുന്നള്ളുന്നതാണ് കൂടെ കാണാൻ കഴിയുന്നത്. തൻ്റെ ജനത്തെ ഉപദ്രവിക്കുന്ന പീഡകന്മാർക്ക് വേണ്ടി അവരെ നശിപ്പിക്കാൻ, അവരെ പീഡിപ്പിക്കുവാൻ, അവരെ ഭയപ്പെടുത്തുവാൻ ഒക്കെ വേണ്ടിയാണ് ദൈവം ഇവിടെ എഴുന്നള്ളി വരുന്നത്. തൻ്റെ ജനത്തിനു വേണ്ടി പ്രതിക്രിയ നടത്തി, വീണ്ടെടുപ്പ് നടത്തി വിടുവിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ സമുദ്രത്തിൽ വെള്ളം പറ്റുന്നുണ്ട്, അവിടെ മനോവിഭ്രമം വരുന്നുണ്ട്. അങ്ങനെ വളരെ ശൂന്യമായ അവസ്ഥയിലേക്കാണ് മിസ്രൈം എത്തിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ ജനം നിലവിളിക്കുമ്പോൾ, തൻ്റെ ജനത്തിൻ്റെ നിലവിളി തൻ്റെ സന്നിധിയിലെത്തിയപ്പോൾ അവൻ വേഗതയുടെ മേഘത്തിന്മേൽ കടന്നു വന്ന് മിസ്രൈമിനെ നടുക്കുകയും അവനെ ഉരുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ സൈന്യങ്ങളുടെ യഹോവയുടെ ശക്തി, സൈന്യങ്ങളുടെ യഹോവയുടെ നാമം വലുതെന്ന് പറയുവാൻ തൊക്കെ നമുക്ക് ഈ അധ്യായത്തിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. തൻ്റെ ജനത്തിനു വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, കൃപയും നമുക്ക് ഓരോരുത്തർക്കും അനുഭവിപ്പാൻ ദൈവം ഈ വചനങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്നവരായി, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായി, അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങൾ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.